ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സിയ ട്രഡീഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു നൈറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ആ നൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ആണ്. ഫ്രണ്ട് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഹാഫ് ആയിട്ടല്ല, ഫുൾ അടി ലെങ്ത് വരെയാണ് നമ്മളിത് ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൈറ്റി ബിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് 7 മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മടക്കിയിരുന്ന പോലെ തന്നെ 4 മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ 7 മാർക്ക് ചെയ്തതെന്ന് ഞാൻ നെക്ക് എടുത്ത് ഒരു 3 എടുത്തേക്കുന്നത്. അത് താഴത്തേക്ക് നെക്ക് ലെങ്ത് എടുത്തേക്കുന്നത് ഒരു 6 എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഒരു 5.5 കിട്ടും. ഫ്രണ്ട് നെക്കാണ് കേട്ടോ, ബാക്ക് അല്ല. ബാക്ക് നമുക്കൊരു 3.5 എടുത്താൽ മതി. അതൊരു ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. സാധാരണ പോലെ തന്നെ ഒരു റൗണ്ട് യു നെക്ക് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ആം ഹോള് ഞാനൊരു 8 എടുക്കുന്നത്. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. ഒരു എൽ ഷേപ്പിൽ നമുക്ക് വരച്ചു നിർത്താം. നമുക്ക് ചെസ്റ്റ് സൈസ് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയേക്കുന്നത് ഒരു 12 അടയാളപ്പെടുത്തിയേക്കുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. നമുക്ക് അതിൻ്റെ ഹാഫ് എടുത്തിട്ട് അതിൻ്റെ ആം ഹോൾ റൗണ്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റ് വരെയുള്ള ഒരു പോർഷൻ നമുക്കൊരു 15 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ നടുവിലേക്ക് 8 ഷേപ്പിൻ്റെ ആ ഒരു വിടുത്ത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കണം. ഷേപ്പ് വിടുത്ത് ഞാനിപ്പോൾ എടുത്തേക്കണത് ഒരു 11.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തേക്ക് ഫുള്ളായിട്ട് ഒന്ന് താഴത്തേക്ക് ഒന്ന് വരച്ചു കൊടുക്കണം. അവിടേക്കും ഒരു 15 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 15.5 ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഒക്കെ നിങ്ങളുടെ ലൂസ് എത്രയാണ് അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു 4 ഇഞ്ച് എക്സ്ട്രാ നീക്കിയിട്ടാണ് ഞാൻ ഇതെല്ലാം മാർക്കിങ്ങും കൊടുത്തേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സ്ലീവിനുള്ള തുണി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു 8 സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഭാഗം മാർക്ക് ചെയ്ത് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് നമുക്ക് കൂട്ടിയെടുക്കാം. ഇനി സ്ലീവിൻ്റെ നമുക്ക് ആ റൗണ്ടിൻ്റെ എത്രയാണ് അതിൻ്റെ ഇത് വേണ്ടതെന്ന് നോക്കി ഒന്ന് അളന്ന് നോക്കി എടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത് ഒരു 10. അപ്പോൾ അവിടെ ഒന്ന് ചെരിച്ചൊന്ന് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് 8 നിന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 10 ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ അളവ് സൈസ് അതനുസരിച്ച് അതിനകത്ത് മാറ്റങ്ങൾ ചെയ്യണം കേട്ടോ. ഈ ലൈൻ ഒന്ന് താഴത്തേക്ക് നമുക്കൊന്ന് വരച്ചിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് വരുമ്പോൾ ഫുള്ളായിട്ടാണ് അത് വീഡിയോയിൽ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ബാക്ക് ഭാഗത്തിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഇതിൻ്റെ സ്ലീവ് ആണ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കേണ്ടത്. ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുത്താൽ നമുക്ക് ബാക്ക് അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം 3.5 എടുത്തിട്ട് മാർക്ക് ചെയ്ത് റൗണ്ട് ആയിട്ട് വരച്ചു കൊടുത്ത് ബാക്ക് നെക്കും നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഞാൻ ഫ്രണ്ട് ഭാഗത്ത് വെക്കുന്ന ഒരു പീസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്കൊരു പട്ട വെച്ച് കൊടുക്കണമല്ലോ. ഹുക്ക് വെക്കാനും അതിൻ്റെ ഇത് വെക്കാനും ഒരു പട്ട വെച്ച് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു മെറ്റീരിയലാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ബാക്ക് ഭാഗത്തിൻ്റെ നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ആ ഫ്ലവറിൻ്റെ ചേർന്നിട്ട് ഒരു മെറൂൺ കളറിലുള്ള ഒരു മെറ്റീരിയലാണ് ഞാൻ അതിൻ്റെ പട്ട വെച്ച് കൊടുക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നടുവിൽ കൂടെ പ്ലെയിനായിട്ട് ഒരു പട്ട പോകുമ്പോൾ അതൊരു ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ മടക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് 2 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ
എടുക്കാമല്ലോ, രണ്ട് സൈഡിലേക്കും വേണം എന്തായാലും. ഒരെണ്ണുള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാനും ഒരെണ്ണം പട്ടയായിട്ട് വെക്കാനും. അപ്പോൾ അങ്ങനെ 2 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് കൂട്ടി യോജിച്ചിട്ട് വേണം വെച്ച് അടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നൈറ്റിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നൈറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് എളുപ്പമായിരിക്കും. പേഷ്യൻസിനൊക്കെ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നൈറ്റി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു കുറച്ച് പീസുകൾ കിട്ടിയിട്ടുണ്ട്. അത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ക്യാൻവാസിൽ അതിൻ്റെ നെക്കിൻ്റെ അളവിലനുസരിച്ചിട്ട് ഞാനൊരു യു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് അടിച്ചു കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇവിടെ ഫ്രണ്ട് ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അതൊന്ന് അതിനോട് കൂട്ടി വെച്ചിട്ട് ഒന്ന് അതിൻ്റെ പൊട്ടവശത്ത് ഇട്ടിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തെന്നി പോകാണ്ടിരിക്കാൻ ഞാൻ നടുവിൽ നിന്ന് അടിച്ച് ഇങ്ങനെ ഒരു സൈഡിൽ നിന്നും പിന്നെ ആ സൈഡിൽ നിന്ന് നമുക്ക് അടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് നമുക്ക് നെക്ക് തെന്നി പോവാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതേമാതിരി തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ. ഇനി അതൊരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടൊന്ന് വെട്ടാന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പുമ്മ തൊടാതെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാം. അത് മറിച്ചിട്ടെടുക്കാനായിട്ട് എളുപ്പത്തിനാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പതിച്ചൊരു സ്റ്റിച്ചിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് അങ്ങോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഫ്രണ്ട് ഭാഗത്തേക്ക്. അതിനൊന്ന് പതിച്ചടിക്കുക. ഇങ്ങനെ ഞാൻ നെക്ക് വെച്ചിട്ടാണ് ഞാൻ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് നടുവിൽ കൂടെ കട്ട് ചെയ്തിട്ട് ഞാൻ പട്ടയൊക്കെ വെച്ച് കൊടുക്കുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് പട്ടയൊക്കെ പിടിപ്പിച്ചിട്ട് ശേഷം നെക്ക് വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നെക്കുമ്പോൾ ഒരു പൈപ്പിങ്ങും കൊടുക്കുന്നുണ്ട്. അത് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ തെല്ലത്തേക്കൂടെ ഒരു സ്റ്റിച്ചിങ് ഒന്ന് കൊടുക്കാം. എക്സ്ട്രാ നിൽക്കണ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി എൻ്റെ നടുവിൽ കൂടെ കണ്ടോ നമ്മളത് മാർക്ക് ചെയ്തേക്കുന്ന ഒരു പാട് അവിടെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് അതൊന്ന് രണ്ടാക്കിയിട്ട് ഒന്ന് മടക്കിയിട്ടിട്ട് അതിൻ്റെ നടുവിലെ ആ പോർഷനിൽ കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. നമുക്ക് പട്ടയൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് അതിൻ്റെ തന്നെ ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അടി വരെ ഒന്ന് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. അതേമാതിരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മൾ ആ 2 ഇഞ്ച് വലിപ്പമുള്ള പീസ് ഇതേമാതിരി എടുത്ത് അതിൻ്റെ മേൽഭാഗം ഒന്ന് മടക്കി വെച്ചിട്ട് മേലേക്ക് ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് മേലയിൽ ഒരു പോർഷൻ്റെ ഒരു ഭാഗത്തിൻ്റെ മേലയിൽ വെച്ച് അടിച്ചു കൊടുക്കാം. 1/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇതേമാതിരി അടി വരെ ഒന്ന് അടിച്ചു കൊടുക്കണം.
ഇനി നമുക്ക് ഇപ്പുറത്തെ പോർഷൻ അതും ഇതേമാതിരി തന്നെ ഞാൻ നല്ല ഭാഗത്ത് തന്നെയാണ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് അപ്പോൾ അടിഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും. ആ ഭാഗം ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അവിടുത്തെ തയ്യൽ തുമ്പ് ഞാനത് അറ്റം വരെ അടിച്ചെടുത്തു. അതൊന്ന് തയ്യൽ തുമ്പ് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഒന്ന് പതിച്ച് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. ഒരു സൈഡ് ഉള്ളിലേക്ക് നമുക്ക് മടക്കി വെച്ചിട്ട് അടിക്കാം. ഒരു സൈഡ് ഇതേമാതിരി പതിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് നമുക്ക് ബട്ടൺ വെച്ച് കൊടുക്കണം. ബട്ടൺ ഹോളും ബട്ടണും വെച്ച് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തെന്നി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എങ്ങനെയൊന്ന് കൂട്ടി ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ലാസ്റ്റ് അത് നമുക്ക് ആ സ്റ്റിച്ച് പിടിച്ച് കളയണം. നമുക്കിനി ബാക്ക് നെക്കാണ്. ഞാനിപ്പോൾ ബാക്ക് നെക്കിൻ്റെ നെക്ക് അടിക്കാനുള്ള ക്രോസ് പീസാണ് കട്ട് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ സാധാരണ മുൻപത്തെ വീഡിയോയിലൊക്കെ ചെയ്യണ പോലെ തന്നെയാണ് ചെയ്യണത്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ ബാക്ക് നമ്മൾ നെക്ക് അടിച്ചത് ഞാൻ പതിച്ചടിച്ചിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിങ് കൊടുക്കുന്നതിന് മുമ്പാണ് അതിൻ്റെ ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കേണ്ടത്. എന്നിട്ട് അതിന് ശേഷമായിരിക്കും അത് ബാക്കിലെ നെക്ക് അങ്ങനെ അതേമാതിരി അടിച്ചൊരു രണ്ടാമത്തെ സ്റ്റിച്ചിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇതിന്റെ സ്ലീവ് ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ നടുവിൽ നിന്ന് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വശം കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. കാരണം നമ്മൾ അളന്നിട്ടാണല്ലോ കറക്റ്റ് ആയിട്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതായിട്ട്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. കണ്ടോ? ഇനി ഞാൻ സൈഡ് കൂട്ടിയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ഭാഗം ഇനി ബട്ടനും ഹോളും നമുക്ക് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ അടിഭാഗം ഒന്നൊരു അര ഇഞ്ചിൽ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം.
ഇപ്പം നമ്മുടെ ഈ നൈറ്റിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നടുവിലത്തെ ഭാഗത്തിൻ്റെ ഒക്കെ പട്ട വെച്ച് മടക്കി അടിക്കുന്നതിൻ്റെ വീഡിയോ കട്ടായി പോയിട്ടുണ്ട്. അത് ഇതിനകത്ത് കയറ്റിയപ്പോൾ കട്ടായി പോയേക്കുന്നതാണ് അത്. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മൾ ബട്ടനും വെച്ച് കൊടുത്തിട്ടുണ്ട്. നടുവിൽ കൂടെ നമുക്കത് ഫുൾ ഓപ്പൺ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.